രാഷ്ട്രീയം ഒരു തൊഴിലാക്കിയവരിൽ നിന്നും തുലവും വ്യത്യസ്തനാണ് OR കേളു. മരം കയറുന്ന കൂലിപ്പണിക്കാരനായ മന്ത്രി, വയനാട്ടുകാരുടെ സ്വന്തം കേളുവേട്ടൻ. രാവിലെ വയലിലിറങ്ങി നെല്ലും വാഴയും കപ്പയും നോക്കി പറമ്പിലെ പശുത്തൊഴുത്തിലേക്കും കോഴിക്കൂട്ടിലേക്കും വേണ്ടതൊക്കെ ചെയ്യുന്ന തനി വയനാടൻ കർഷകൻ. അതേസമയം ജനകീയ പ്രശ്നങ്ങളുടെ ആഴമറിഞ്ഞ് ഇടപെടാനും ഫലമുണ്ടാക്കാനും അറിയുന്ന കഴിവുള്ള ജനപ്രതിനിധി. MLA ആയപ്പോഴേക്കും കൃഷിപ്പണിയെ കൈവിടാത്ത ഈ 56-കാരന് മണ്ണും അധ്വാനവും വിട്ടൊരു ജീവിതമില്ല. ദിവസവും പശുക്കളെ പരിപാലിക്കുന്ന, പാൽ കറന്ന് സൊസൈറ്റിയിൽ എത്തിക്കുന്ന അടിമുടി സാധാരണക്കാരന്റെ ലളിത ജീവിതം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിന് അതീതനായി പൊതു സമ്മതനാക്കി. MLA ആയ ശേഷവും തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചെത്തുന്ന ദിവസങ്ങളിൽ പോലും മണ്ണിലിറങ്ങി ഒന്ന് വിയർത്താലേ കേളുവിന് ഉറക്കം വരൂ. പഞ്ചായത്ത് അംഗമായി തുടങ്ങി ജനപ്രതിനിധിയായി 24 വർഷം പിന്നിടുമ്പോഴേക്കും അധികാരം കേളുവേട്ടന് ഒട്ടും മാറ്റിയിട്ടില്ലെന്നാണ് മാനന്തവാടിക്കാർ പറയുന്നത്. ഞങ്ങളിൽ ഒരാളെന്ന അടുപ്പത്തോടെ വികസന പ്രതീക്ഷകൾക്കുള്ള അത്താണിയാണെന്ന വിശ്വാസത്തോടെ വയനാട് കേളുവേട്ടനൊപ്പമാണ്. അദ്ദേഹം മന്ത്രിപദത്തിലേക്ക് എത്തുമ്പോൾ പിന്നാക്ക ജനതയ്ക്കാകെ തുണയാകുമെന്ന പ്രതീക്ഷയാണ് വയനാടിനുള്ളത്. മാനന്തവാടി MLA ആയുള്ള 8 വർഷങ്ങൾ കേളു ശ്രദ്ധയൂന്നിയത് അത്രയും ജില്ലയുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനാണ്. പ്രളയമോ വന്യജീവി ആക്രമണമോ എന്തുമാവട്ടെ, ആദ്യം കേളുവെത്തും. ആരുടെയും പരാതി കേൾക്കും, പരിഹാരവും ഉണ്ടാക്കും. ദാരിദ്ര്യത്തോട് പോരടിച്ചാണ് ഓലഞ്ചേരി പുത്തൻമിറ്റൻ രാമൻ അമ്പു ദമ്പതികളുടെ മകൻ വളർന്നത്. ഹൈസ്കൂൾ മുതലേ മണ്ണിൽ പണിയെടുത്തു തുടങ്ങി പട്ടിണി അകറ്റാൻ. 1985 മുതൽ പനവല്ലിയിലെ സ്വകാര്യ തോട്ടങ്ങളിൽ കൂലിപ്പണിക്കാരനായി. എല്ലുമുറിയെ പണിയെടുക്കുമ്പോഴും ഒഴിവു സമയങ്ങളിൽ വായനയിൽ നെഞ്ചോട് ചേർത്ത് വെച്ചു. കോഴി വളർത്തൽ, മീൻ വളർത്തൽ, പച്ചക്കറി കൃഷി, തോട്ടപ്പണികൾ തുടങ്ങിയ സകലതിലും കുടുംബസമേതം സജീവം. സ്വന്തമായി ഉണ്ടാക്കുന്ന പച്ചക്കറികൾ കഴിക്കണമെന്നാണ് നിർബന്ധം. കുടുംബത്തിലുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാൻ വീടിനോട് ചേർന്ന് പോളി ഹൗസുമുണ്ട്. കുടുംബസ്വത്തായി കിട്ടിയ 2.5 ഏക്കറിലാണ് കൃഷി. അച്ഛൻ രാമനോടൊപ്പം വിറക് വെട്ടൽ, മരത്തിന്റെ ചോല വെട്ടൽ, മുളക് പറിക്കൽ തുടങ്ങിയ പണികളൊക്കെ ചെയ്യും. വിവിധ പ്രശ്നങ്ങളുമായി കാണാനെത്തുന്നവരോട് സംസാരിക്കുന്നത് കൃഷിത്തോട്ടത്തിൽ തന്നെയാണ്. 10ാം ക്ലാസ്സാണ് കേളുവിന്റെ വിദ്യാഭ്യാസ യോഗ്യത. ആദിവാസി കുറിച്യ വിഭാഗക്കാരൻ. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ CPM ആദ്യമായാണ് മന്ത്രിയാക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽ നിന്നും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായ PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് കേളു നിയമസഭയിലെത്തുന്നത്. 2021 വിജയം ആവർത്തിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമെന്നതും ആദിവാസി ക്ഷേമ സമിതി നേതാവെന്നതുമാണ് കേളുവിനെ മന്ത്രിസ്ഥാനത്തിലേക്ക് പരിഗണിക്കുന്നതിന് അനുകൂലമായ ഘടകങ്ങൾ. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA-മാർ CPIM-ൽ ഇല്ല. വന്യജീവി ആക്രമണം, മുത്തങ്ങയിലെ രാത്രിയാത്രാ നിരോധനം, ചികിത്സാ രംഗത്തെ അപര്യാപ്തത, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങി വയനാട് നേരിടുന്ന വിവിധ വിഷയങ്ങളാണ് ജില്ലയിൽ നിന്നുള്ള പുതിയ മന്ത്രി എന്ന നിലയിൽ OR കേളുവിന്റെ പരിഗണനയ്ക്കായി കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.